യാത്രയൊന്നും സുഖമായിരുന്നു. ഇവിടെ ആദ്യമായിട്ടാണ്. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൽ സിറ്റിംഗ് സീറ്റുകളിൽ വിജയം ചേലക്കര പിടിക്കാനുമായി. ചേലക്കര നമ്മുടെ നിലപാട് നമ്മൾ ഒരുപാട് നിർത്തി. 40,000 വോട്ടിൽ ജയിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി 11,000 വോട്ടിന് ജയിച്ചു. അത്രയും വോട്ട് കുറക്കാൻ നമുക്ക് സാധിച്ചത് സാധാരണക്കാരായ ആളുകളുടെ വോട്ട് LDFിന്റെ ഭാഗത്തു നിന്ന് UDFിന് കിട്ടിയതുകൊണ്ട്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ LDFിന് നേട്ടത്തിന്റെ ഒരു ക്രെഡിറ്റ് ഇല്ല അതിൽ. 40,000 വോട്ട് ജയിച്ചാൽ പിന്നെ അടുത്ത പ്രാവശ്യം 45,000 കിട്ടുന്നത്. അത് 11,000 പോയാൽ എങ്ങനെയാണ്? സ്വാഭാവികമായും അവിടെ UDF എല്ലാവരെയും ലീഡ് ചെയ്യൂ എന്നർത്ഥം. സംഘടനാ സംവിധാനത്തിൽ ചെറിയ പോരായ്മകൾ ഉണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം. അത് പക്ഷേ നമ്മളത് മേക്കപ്പ് ചെയ്തു. നമ്മൾ വളരെ ട്രെയിൻഡായ പാർട്ടി വർക്കേഴ്സിനെ നമ്മൾ എല്ലാ മണ്ഡലത്തിലും പെട്ടെന്ന് നമ്മളങ്ങ് നിശ്ചയിച്ച് അവർ ദിവസങ്ങൾക്കകം ചാർജ് എടുത്ത് അവർ പ്രവൃത്തി തുടങ്ങിയപ്പോൾ 2-4-5 ദിവസം കൊണ്ട് നമ്മൾ TOK ചെയ്തിട്ട് വന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി അവലോകനം നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അവലോകനം നടക്കുന്നുണ്ടോ തെരഞ്ഞെടുപ്പിന്റെ? എപ്പോഴായിരിക്കും KPCC അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തു? തെരഞ്ഞെടുപ്പ് അവലോകനം എപ്പോഴായിരിക്കും? ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. നടക്കണമല്ലോ. സാധാരണ ഗതിയിൽ നടക്കണമല്ലോ. കുറച്ച് കഴിയുമ്പോൾ സമയസാവകാശമൊക്കെ ഉണ്ട്. നമ്മെ സംബന്ധിച്ച് ബാക്കി 2 സ്ഥലത്തും നമുക്ക് വമ്പിച്ച ഭൂരിപക്ഷം. നമ്മളെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം എന്ന് പറയുന്നത് 18,000 വോട്ടാണ്. നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല 18,000 എത്തുന്നു. ഞങ്ങൾ 15,000 വോട്ടാണ് മാക്സിമം പറഞ്ഞത്. പക്ഷെ അത് 18,000 എത്തി എന്ന് പറയുമ്പം അവിടെ തോറ്റത് BJPയും CPM-ഉം രണ്ടുമാണ്. മനസ്സിലാക്കണം. ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ല, ഞങ്ങൾ ആ 2 ഭാഗത്തുള്ള വോട്ട് ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ് അതിന്റെ രാഷ്ട്രീയം. അതെല്ലാം സിറ്റിംഗ് സീറ്റ്. നേരത്തെ തന്നെ ചോദിച്ചതിന്റെ റിപ്പീറ്റ് ആണ്. അതായത് സിറ്റിംഗ് സീറ്റിലെ ജയത്തിന് എങ്ങനെയാണ് സംഘടനാ ശേഷിയുടെ ഒരു ഉദാഹരണമായി പറയാൻ കഴിയുന്നത്? അത് വോട്ട് കൂടുന്നതുകൊണ്ട് സംഘടനാ ശക്തി വർദ്ധിച്ചത് കൊണ്ടല്ലേ വോട്ട് കൂടുന്നു. ഈ ചേലക്കരയിൽ BJPക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. ചേലക്കരയിൽ BJPക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. BJPക്ക് കൂടിയിട്ടുണ്ടാകും. അവിടെ BJPക്ക് വോട്ട് കൂടി. ചേലക്കരയിൽ വോട്ട് കൂടിയിട്ടുണ്ട്. എത്ര വോട്ട്? നേരത്തെ പിടിച്ചതിനെക്കാട്ടും കൂടി. അതായത് 40,000 അടുപ്പിച്ച് വോട്ട് BJP സ്ഥാനാർത്ഥി പിടിച്ചിട്ടുണ്ട് ചേലക്കരയിൽ. ടോട്ടൽ വോട്ട് അല്ല 40,000 അവിടെ 15,000 പുതിയ വോട്ടർമാരുണ്ട്. 15,000 പുതിയ വോട്ടർമാർ വന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മളെ ഭാഗത്ത് മാത്രമാവണമെന്നില്ല വോട്ട്. അത് BJP-ന്നും പോകാം, അല്ല CPM-ന്റെ ഭാഗത്തേക്ക് BJP-ന്നും പോകാം. രണ്ട് ആ വോട്ട് അപ്പുറം ഇപ്പുറം എല്ലാം പോകുന്നുണ്ട്. CPM-ന്റെ വോട്ട് BJP-ക്കും കിട്ടിയിട്ടുണ്ട്, BJP-ന്റെ വോട്ട് CPM-നും പോയിട്ടുണ്ട്. യാതൊരു തത്വദീക്ഷയുമില്ലാത്തൊരു തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് സിസ്റ്റമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്ലാത്തത്. അവലോകനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര തോൽവി മാത്രമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ്? അല്ല, എല്ലാടെയും നമ്മൾ നടത്തും. വയനാട്ടിലൊന്നും നമുക്ക് നടത്താനുണ്ട്. പക്ഷെ വയനാട്ടിൽ നമുക്ക് അങ്ങനെ നഷ്ടങ്ങളൊന്നും ഇല്ലാന്ന് മാത്രം. എന്നാലും ഒന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട് അതിനകത്ത്. ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഒരു ഫാക്ടർ. പക്ഷെ അത് അവിടെ ചേലക്കരയിൽ കാണാൻ കഴിഞ്ഞില്ല. CPM ഏറ്റവും വലിയ ഡിഫൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അതാണ്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്നത് ചേലക്കരയിൽ വിജയം സാധ്യതയാണ്. സത്യത്തിൽ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലും ഭരണവിരുദ്ധ വികാരം വോട്ടാക്കുന്നതിലും പാളിച്ചുണ്ടായോ? ഭരണവിരുദ്ധ വികാരം 40,000 ഭൂരിപക്ഷത്തിൽ നിന്ന് 40,000 ഭൂരിപക്ഷത്തിൽ നിന്നത് 11,000 ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചാൽ അത് നമ്മുടെ നേട്ടമല്ലേ? അതിനെന്താ നിങ്ങൾ അങ്ങനെ കാണുന്നു? അങ്ങനെ പറയണം എന്ന് വിചാരിച്ചിട്ട് പറയുന്ന വിജയമാണ്. അത് വിജയല്ലേ?
അത് വിജയല്ലേ? രണ്ട് സ്ഥാനാർത്ഥികളായിരുന്നു, കെ രാധാകൃഷ്ണനും യു ആർ പ്രദീപും. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെയുണ്ട്. അത് വ്യത്യാസമുണ്ട്, അതിനനുസരിച്ചിട്ട് വോട്ട് വ്യത്യാസം വന്നല്ലോ. അങ്ങനെ വോട്ട് കുറഞ്ഞതായിരിക്കില്ലേ? അതിന് ഈ 40,000 39,400 അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അതെല്ലാം പാർട്ടിക്കുള്ള വോട്ടാണ്, അതായത് വ്യക്തിക്കുള്ള വോട്ടൊന്നുമല്ല. ഇത്തരം തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കുള്ള വോട്ടല്ല, പാർട്ടിക്കുള്ള വോട്ടാണ്. ആ സ്ഥാനാർത്ഥിക്കുള്ള വോട്ടാണ്. അതാരായാലും എക്സ് ഓർ വൈ, അതിലെ അങ്ങനെയാണ് കാണേണ്ടത്. അല്ലാതെ അത് CPM ആണെങ്കിലും BJP ആണെന്നല്ല കാണേണ്ടത്. അല്ല, ഇനിയിപ്പോ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോകുന്നു, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇവിടെ KPCC പുനഃസംഘടന എന്ന് പറയുന്ന ഒരു വലിയ കടമ്പ മുന്നിലുണ്ട്. അത് എപ്പോൾ തുടങ്ങും? വലിയ കടമ്പയൊന്നുമില്ല. ഒരു 10 അല്ല, ഇന്നിപ്പോ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ പ്രസംഗിക്കുമ്പോഴും പുനഃസംഘടന ഉടൻ നടത്തണമെന്നുള്ള സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതെ, രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ അത് തുടങ്ങും. അതിന് ചർച്ച തുടങ്ങി. 3 ആഴ്ചക്കുള്ളിൽ പുനഃസംഘടന നടപടി ആരംഭിക്കും. നമ്മളെ പരിപാടിക്ക് വയനാട്ടിലെ പുനരധിവാസം വൈകുന്നതിൽ യൂത്ത് കോൺഗ്രസിന് സമരം ഉണ്ടായിരുന്നു. പോലീസിനെ ലാത്തി ഉപയോഗിച്ച് ക്രൂരമായി നേരിടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പം എന്താണ് അക്കാര്യത്തിൽ വയനാട്ടിൽ പോലീസ് മർദ്ദനം ഇന്നത്തെ വയനാട് പുനരധിവാസത്തിൽ ബന്ധപ്പെട്ട് ലാത്തിചാർജ് നടന്നിരിക്കുന്നു. ആ ലാത്തിചാർജ് നടത്തിയ പോലീസുകാരന്റെ മനസ്സിനെയാണ് നമ്മൾ വിമർശിക്കുന്നത്. എങ്ങനെ സാധിക്കുന്നവർക്ക്? ആരും പ്രകോപിതരാകില്ലേ? ഇത് സംഭവിച്ചിട്ട് ഇത് മാസത്രയായി, ആള് മരിച്ചു വീണിട്ട് കാലത്രയായി. എന്നിട്ടും അതിന്റെ ഒരാൾക്ക് പോലും ഒരു വീട് വെച്ച് കൊടുക്കാൻ ഈ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ കോൺഗ്രസ് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രതിപക്ഷത്തല്ലേ? ഈ സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ലേ? എന്തിനാ പറ്റൂല്ലെങ്കിൽ ഇത് പറഞ്ഞ എന്തിനാണ്? നമ്മൾ ഇത് ചെയ്യും, എല്ലാവർക്കും വീട് കൊടുക്കും എന്നൊക്കെ പ്രസംഗിച്ച് നടന്നത് എന്തിനാ? എന്നിട്ട് ഒരാൾക്ക് പോലും കൊടുത്തില്ല എന്ന് പറയുമ്പോ അതിന് നിങ്ങളെന്താ ഒന്നും എഴുതാത്തത്? നിങ്ങളെന്താ വിമർശിക്കാത്തത്? മാധ്യമങ്ങൾക്കൊരു ഡ്യൂട്ടി ഇല്ലേ? നിങ്ങളത് എടുത്ത് പറയണ്ടേ? ജനങ്ങളുടെ മുമ്പിൽ ഇത്രയേറെ വാഗ്ദാനം കൊടുത്തിട്ട് ഒരാൾക്ക്, അത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു സാമ്പത്തിക സഹായം കൊടുക്കാനോ വീട് വെക്കാനോ വീട് വെച്ചു കൊടുക്കാനോ ഗവൺമെന്റ് തയ്യാറായോ? ഇവര് എന്ത് പറയണവരെ? അവരെ മാലയിട്ട് സ്വീകരിക്കണം. സമരം കോൺഗ്രസ് ഏറ്റെടുക്കും. പിന്നെന്താ സംശയം? എന്താ കാര്യത്തിൽ? അത് നമ്മുടെ ബൗണ്ടഡ് ഡ്യൂട്ടിയാണ്. പ്രവാസി ലോകത്തായോട് ചോദിക്കുകയാണ്. ഇപ്പോ നേരത്തെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന സാമൂഹ്യ പെൻഷൻ ഇപ്പോൾ അവതാളത്തിലായി. സർക്കാർ ജീവനക്കാർ തന്നെ അത് മിസ്യൂസ് ചെയ്തു, ദൂരത്ത് ഉപയോഗിച്ചു, അനാഥർക്ക് പോലും പെൻഷൻ കിട്ടുന്നത്. ആ പശ്ചാത്തലം അന്വേഷിക്കും. പ്രവാസികൾക്കുള്ള ക്ഷേമ പെൻഷൻ ബോർഡ് അവതാളത്തിലാണ് പരാതിയുണ്ട്. അക്കാര്യത്തിൽ എന്താണ് അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ? തുടർച്ചയായി ക്ഷേമ പെൻഷന്റെ ഭാഗമായിട്ട് പ്രവാസി പെൻഷൻ മാർഗതൽപ്പെട്ട എല്ലാം ഒരു പരാതി ഒന്നും ചോദിക്കുകയാണ്. അങ്ങനെ നിലപാട് എന്താണ്? അല്ല, അതൊക്കെ ചെയ്യുന്ന വാഗ്ദാന ലംഘനമാണ്. എന്തിന് വെറുതെ ആളിങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് വ്യാമോഹിപ്പിക്കുന്നത് എന്തിനാണ്? ചെയ്യാൻ പറ്റാത്ത കാര്യം എന്തിനു പറയുന്നു? ഒന്ന് പറയാ, എന്നിട്ട് ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക, അവസാനം ഇത് കൊടുക്കാതിരിക്കുക, ആളുകൾ നിരാശരാവുക. എന്തോ ഒരു രാഷ്ട്രീയ ഇത്! ഇവരാ രാജ്യം ഭരിക്കുന്ന, സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ്. ഇതാണോ ഒരു ഗവൺമെന്റ്? ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? നമ്മൾ പറയുന്ന ഒരു വാക്ക് പറഞ്ഞാൽ ആ കമ്മിറ്റ്മെന്റ് ഇല്ല. കമ്മിറ്റ്മെന്റ് പാലിക്കണ്ടേ? ഇനി അതിനെന്തെങ്കിലും സാങ്കേതിക തടസ്സം ഉണ്ടെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? ഒന്നുമില്ലല്ലോ. ഒരു കാര്യത്തിലും ഈ വാക്ക് പാലിക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല ഇതുവരെ എന്ന് നിങ്ങൾ ഓർക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രവാസി പെൻഷൻ അർഹതപ്പെട്ടവർക്ക് സർവീസ് പെൻഷൻ അല്ലേ? പൈസ ഇതുവരെ കൊടുത്തില്ലല്ലോ. ഇതുവരെ കൊടുത്തില്ല. എന്തിനാ പറയുന്നെന്ന്? ഇവിടെ കൊടുക്കുന്ന എന്തിനാ പറയുന്നത്? അത് വ്യാമോഹിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ പോരെ? ചെയ്യാൻ പറ്റാത്ത കാര്യം വിളിച്ചു പറഞ്ഞിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഗവൺമെന്റ് പറയുന്നതിനെ കുറിച്ച് ഇത്തിരി ഗൗരവമായി ആലോചിച്ച് അത് നടത്താൻ സാധിക്കോ ഇല്ലേ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രഖ്യാപിച്ചാൽ മതി. ഇങ്ങനെയല്ല എന്തെല്ലാം വാഗ്ദാനം ലംഘനമുണ്ട് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം. അവർക്കറിയാം കുറെ പണം ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചിട്ട്. അതിനകത്തൊരു എക്സ്പെർട്ട് വില്ലന്മാരാണ്. എങ്ങനെയാ പണം ഉണ്ടാക്കുക, ഏത് മാർഗം ഉപയോഗിച്ചും പണം ഉണ്ടാക്കും. അതിനകത്തൊരു നാണവും മാനവും ഇല്ലാത്ത ഒരു പാർട്ടിയായി CPM താണു.
അഭിമാന ബോധമില്ലാത്തൊരു പാർട്ടിയെ ആ പാർട്ടി താണുന്ന എൻ്റെ അഭിപ്രായം.